നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അറിയാവുന്ന പണിക്ക് നിന്നാൽ പോരെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ലിവർപൂള് എടുത്തു കൊടുക്കും എന്നായിരുന്നല്ലോ നിൻ്റെ പ്രവചനം. ഇപ്പം എന്തായി? തനി മാൻഡ്രേക്ക് തന്നെ ലിവർപൂൾ പൂട്ടി. ഈ പണിക്ക് ഇനി നിൽക്കരുത്. ഇതാണ് പ്രവചനം നടത്തുമ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളെന്താണ്, എന്ത് പരിപാടിയാണ്? യുണൈറ്റഡ് ലിവർപൂളിനെ അട്ടിമറിച്ചു എന്ന് കരുതി ബാക്കിയുള്ളതൊന്നും കാണാതെ പോരുതേ. സിറ്റി എവേർട്ടിനോട് ജയിച്ചില്ലേ, സ്കോർ ചെറിയ മാറ്റം ഉണ്ടായിരുന്നല്ലേ ഉള്ളൂ. ചെൽസി പറഞ്ഞ പോലെ തന്നെ 3-0 ജയിച്ച് കയറിയില്ലേ. അപ്പോൾ ഒരു പ്രവചനമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ വലിയ നിരീക്ഷകരായിട്ട് ഇത് തന്നെ സംഭവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതല്ല. അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. സാധാരണ ഫുട്ബോൾ പ്രേമി കളിയുടെ ഒരു ആവേശത്തിലൊക്കെ അങ്ങ് നടത്തുന്ന പ്രഡിക്ഷൻസാണ്. 90 മിനിറ്റ് കളിക്കളത്തിൽ എന്തും സംഭവിക്കാം. പതിവ് പോലെ നമ്മൾ പ്രീമിയർ ലീഗിൻ്റെ പ്രഡിക്ഷൻ ഗെയിം വീക്ക് 8 മുമ്പ് നടത്തിയിരുന്നു. ആ പ്രഡിക്ഷനുകൾക്ക് എന്ത് സംഭവിച്ചു? പ്രവചനസിംഹമോ അതോ മാൻഡ്രേക്കോ? നോക്കാം നമുക്ക്. ഓരോ കളിയുടെ പ്രഡിക്ഷനും അതിൻ്റെ ആക്ച്വൽ റിസൾട്ടും തമ്മിൽ എന്ത് അന്തരം എന്നുള്ളത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ചെൽസി മത്സരം, നമ്മുടെ പ്രഡിക്ഷനും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ചെൽസി വിജയിക്കുമെന്നായിരുന്നു. ചെൽസി നമ്മുടെ മാനം കാത്തു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ കറക്റ്റ് 3-0 തന്നെ പരാജയപ്പെടുത്തി. ഒരു റെഡ് കാർഡ് ചെൽസി വാങ്ങിച്ചു. അതിപ്പോൾ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് അത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. റെഡ് കാർഡ് ഇല്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ 3-0 തന്നെ തോൽപ്പിച്ചു. പ്രവചനസിംഹം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഉറപ്പിക്കണ്ട. സണ്ടർലൻഡ് വേഴ്സ് വോൾസ് മത്സരം എന്താ പ്രവചിച്ചത്? സണ്ടർലൻഡ് ജയിക്കുമെന്ന് പ്രവചിച്ചു. സംഭവിച്ചതോ? സണ്ടർലൻഡ് ജയിച്ചു. സ്കോറിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. സണ്ടർലൻഡ് ഏകപക്ഷീയമായ 1 ഗോളിന് ജയിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ. പക്ഷേ 1 ഗോൾ കൂടി അധികം അടിച്ചു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സണ്ടർലൻഡ് വോൾസിനെ പരാജയപ്പെടുത്തി. ബേൺലി വേഴ്സസ് ലീഡ്സ് മത്സരമോ, നമ്മുടെ പ്രഡിക്ഷൻ അത് സമനിലയാകുമെന്നായിരുന്നു നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത്. ബേൺലിയും ലീഡ്സും തമ്മിൽ സമനിലയിൽ കുരുങ്ങുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ബേൺലി 2-0 ലീഡ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 1-1 സമനിലയായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ. സോ അവിടെ തെറ്റിപ്പോയി. എന്നാൽ അടുത്ത കളി ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ബേൺമൗത്ത് മത്സരം, നമ്മുടെ പ്രഡിക്ഷൻ എന്താണെന്ന് അറിയാമോ? മത്സരം സമനിലയാകുമെന്നായിരുന്നു. റിസൾട്ടോ സമനിലയായിട്ടുണ്ട്. പക്ഷേ സ്കോർ ലൈനിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞത് 1-1 സമനിലയാവുമെന്നാണ്. പക്ഷേ 3-3 സമനിലയാണ് ഉണ്ടായത്. ഗോൾ വർഷം തന്നെ നടന്നു. 6 ഗോളുകൾ പിറന്നു. എന്നാൽ റിസൾട്ട് സെയിമാണ്. ബ്രൈറ്റൺ വേഴ്സസ് ന്യൂകാസിൽ മത്സരമോ, നമ്മുടെ പ്രഡിക്ഷൻ ബ്രൈറ്റൺ 2 ഗോൾ അടിക്കുമെന്നായിരുന്നു. 2 ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു ന്യൂകാസിലും 2 ഗോൾ അടിക്കുമെന്ന്. പക്ഷേ ന്യൂകാസിൽ 1 ഗോൾ അടിച്ചു. ചെറിയൊരു മിസ്റ്റേക്ക്. അപ്പോൾ 2-2 സമനിലയായിരുന്നു നമ്മുടെ ബ്രൈറ്റൺ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് മത്സരത്തിൻ്റെ പ്രഡിക്ഷൻ എങ്കിൽ റിസൾട്ട് വന്നപ്പോൾ 2-1 ബ്രൈറ്റൺ ന്യൂകാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് എവേർട്ടൺ പോരാട്ടം, നമ്മുടെ പ്രഡിക്ഷൻ ഒരു സംശയവും വേണ്ട, സിറ്റി വിജയിക്കുമെന്ന് തന്നെയായിരുന്നു. ഏർലിംഗ് ഹാലൻഡൊക്കെ ഇങ്ങനെ ഫോം നിൽക്കുമ്പോൾ സിറ്റി ജയിക്കാതെ എവിടെ പോകാൻ? അതുകൊണ്ട് സിറ്റി ജയിക്കുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തു. 4-1 വമ്പൻ ജയമാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത്. പക്ഷേ അതുണ്ടായില്ല. 2-0 സിറ്റി ജയിച്ചു. ഫുളാം വേഴ്സസ് ആഴ്സണൽ മത്സരം, അതിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ആഴ്സണൽ തന്നെ ജയിക്കുമെന്ന്. അമ്മാതിരി ഫോമിലാണ് അവരുള്ളത്. 1-3 ആഴ്സണൽ ജയിക്കുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തു. പക്ഷേ 1-0 പോയി എന്ന് മാത്രം. കളി ആഴ്സണൽ ജയിച്ചു. ടോട്ടനാം വേഴ്സസ് ആസ്റ്റൺ വില്ല പോരാട്ടം, നമ്മൾ 2-1 ആകുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. അത് തന്നെ സംഭവിച്ചു. പക്ഷേ റിസൾട്ട് മാറിപ്പോയി. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് ടോട്ടനം ജയിക്കുമെന്നായിരുന്നെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ ആസ്റ്റൺ വില്ലയാണ് ജയിച്ചത്. ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം, അത് വല്ലാത്തൊരു പണിയായിപ്പോയി. അവിടെ പണി കിട്ടി. ലിവർപൂൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുമോ? കഴിഞ്ഞ 4 കളികളായിട്ട് എല്ലാ കോമ്പറ്റീഷനിലുമായിട്ട് അവർ പൊട്ടുകയാണ്. സോ കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു. ആൻഫീൽഡിൽ പോയി ജയിച്ചിട്ട് 8-9 കൊല്ലക്കാലമായിരുന്നു എന്നൊക്കെയുള്ള പരാതി ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് തീർത്തു. അവലാതി തീർത്തു. 2-1 യുണൈറ്റഡ് ലിവർപൂളിനെ പരാജയപ്പെടുത്തി. നമ്മുടെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് 3-0 ലിവർപൂൾ ജയിക്കുമെന്നായിരുന്നു. അവിടെ പൊട്ടിപ്പോയി. ദെൻ വെസ്റ്റ് ഹാം വേഴ്സസ് ബ്രെൻഫോർഡ് മത്സരം, ഇന്നലെ രാത്രി നടന്ന കളിയാണ്. ആ കളിക്ക് നമ്മുടെ പ്രഡിക്ഷൻ ഗോൾ രഹിത സമനിലയായിരുന്നു. പക്ഷേ ബ്രെൻഫോർഡ് 2-0 വിജയിച്ച് കയറുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം
പ്രൊഡിക്ഷൻ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ട്. എന്നാലും ഈ ഒരു മാച്ച് ഡേയിൽ തീർച്ചയായിട്ടും മാൻട്രയ്ക്ക് എന്ന് തന്നെ പറയാം. കാരണം ലിവർപൂള് യുണൈറ്റഡിനോട് തോറ്റല്ലോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.